ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തനിക്ക് ഇത്രയും വലിയ വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ശാരികയോട് ദേവിക ചോദിക്കുന്നുണ്ട്. മറുപടി പറയാതെ ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ച ശാരികയെ രാധിക തടഞ്ഞു നിർത്തുന്നു. ഒടുവിൽ തൻ്റെ കാമുകനാണ് ഈ വിവരങ്ങളെല്ലാം തന്നതെന്ന് ശാരിക വെളിപ്പെടുത്തുന്നു. ഇതിൽ ദേഷ്യം വന്ന രാധിക ശാരികയുടെ കരണത്തടിക്കുന്നു. കൂടാതെ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കാത്ത ശാരികയെ വീട്ടിൽ നിന്നിറക്കി വിടാൻ ദേവികയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തന്റെ കാമുകൻ ദേവികയുടെ സുഹൃത്തായ കെവിനാണെന്ന് ശാരിക വെളിപ്പെടുത്തുമ്പോൾ ദേവിക ഞെട്ടിപ്പോകുന്നു. തന്റെ ചേച്ചിയെയും കുടുംബത്തെയും തകർക്കാൻ നോക്കുന്നവരിൽ നിന്ന് രക്ഷിക്കാനും വിവരങ്ങൾ ചോർത്താനും വേണ്ടി താൻ നടത്തിയ ഒരു പ്രണയ നാടകമായിരുന്നു ഇതെന്ന് ശാരിക വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ജീവൻ പോലും പണയം വെച്ചാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ശാരിക കരയുമ്പോൾ ദേവിക അവളെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നു. അടുത്ത രംഗത്തിൽ നന്ദനെ കാണാതായ വിഷമത്തിൽ പ്രഭാവതി ഭക്ഷണം പോലും കഴിക്കാതെ റൂമിലിരിക്കുകയാണ്. സിദ്ധു വന്ന് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും പ്രഭാവതി ദേഷ്യപ്പെടുന്നു. പിറ്റേന്ന് നന്ദന്റെ ജന്മദിനമാണെന്ന് പ്രഭാവതി ഓർക്കുന്നു. കഴിഞ്ഞ വർഷം എല്ലാവരും ചേർന്ന് സർപ്രൈസ് നൽകി അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് അവർ സിദ്ധുവിനെ ഓർമ്മിപ്പിക്കുന്നു. അവനിപ്പോൾ ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയില്ലെന്നും അവൻ എവിടെയാണെങ്കിലും സങ്കടമില്ലാതെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് പ്രഭാവതി കരയുന്നു. അടുത്ത രംഗത്തിൽ ദേവിക ഹരിവക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ശാരിക തൻ്റെ ജീവൻ പണയം വെച്ചാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയത് ഹരിയും സമ്മതിക്കുന്നു. ഇനിയും എടുത്തുചാടിയൊന്നും ചെയ്യരുതെന്നും നന്ദനെ കണ്ടെത്തുകയാണ് അടുത്ത ലക്ഷ്യമെന്നും ഹരി ഉപദേശിക്കുന്നുണ്ട്. അമ്മ പ്രഭാവതി പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ പ്ലാനുകൾ പാളുമെന്നതിനാൽ നാളെ വന്ന അമ്മയെ ഒന്ന് ഉപദേശിക്കാൻ ദേവിക ഹരിയോട് ആവശ്യപ്പെടുന്നു. രാത്രി 12 മണിക്ക് അലാറം അടിക്കുമ്പോൾ പ്രകാശ് കത്തിയും പിടിച്ച് നന്ദന്റെ അരികിൽ നിൽക്കുകയാണ്. കൊല്ലണമെങ്കിൽ കൊല്ലാൻ നന്ദൻ പറയുമ്പോൾ പ്രകാശ് കത്തി നന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കൊല്ലാൻ ഉദ്ദേശമില്ലെന്ന് പറയുന്ന പ്രകാശ് ഋഷിയുടെ മൃതദേഹത്തിന്റെ അസ്ഥികൂടം കണ്ടെത്തിയെന്നും DNA ടെസ്റ്റിലൂടെ അത് സ്ഥിരീകരിച്ചെന്നും നന്ദനോട് പറയുന്നു. പോലീസ് നന്ദനെ തിരിയുന്നുണ്ടെങ്കിലും തന്റെ ഗുണ്ടകൾ കാവലുള്ളതിനാൽ പേടിക്കേണ്ടതില്ലെന്ന് പ്രകാശ് വ്യക്തമാക്കുന്നു. തുടർന്ന് പ്രകാശ് നന്ദനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഗുണ്ടകൾ ചേർന്ന് നന്ദനായി ഒരു ബർത്ത്ഡേ കേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂലൈ 28 ആണെന്നും നന്ദന്റെ ബർത്ത്ഡേ ആണെന്നും പ്രകാശ് ഓർമ്മിപ്പിക്കുന്നു. കേക്ക് മുറിക്കാൻ നന്ദൻ വിസമ്മതിക്കുമ്പോൾ നന്ദൻ ജീവനോടെയുള്ള കാര്യം വീട്ടുകാർക്കറിയാമെന്നും അവർ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെന്നും പ്രകാശ് നുണ പറയുന്നു. നന്ദന്റെ ഒരേയൊരു നല്ല കൂട്ടുകാരനാണെന്ന് വിശ്വസിപ്പിച്ച് പ്രകാശ് നന്ദനെ കൊണ്ട് നിർബന്ധിച്ച് കേക്ക് മുറിപ്പിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.